റിബാതു യൗമിൻ ഫീ സബീലില്ലാഹ് ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ദിവസത്തെ റിബാത്ത്, ഒറ്റ ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞ് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നാൽ ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും ഖൈറായത് അതാണ്. ഒരു ദിവസത്തിന് തുല്യമാവില്ലെന്നർത്ഥം ഈ ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിബാതു യൗമിൻ വലൈല ഖൈറുൻ മിൻ സിയാമി ശഹ്രിൻ വഖിയാമി. ഒരു രാത്രിയും പകലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാഷ്ട്രത്തിന് കാവൽ നിന്നാൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോൽക്കുകയും രാത്രി ആ ഒരു മാസം മുഴുവൻ തഹജ്ജുദ് നമസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ് ഒരൊറ്റ ദിവസത്തെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാവൽ നിൽക്കൽ. അതും കടന്നു വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിലൈലത്തിൻ അഫ്ളല മിൻ ലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അത് ആമല്ല ഖാസാണ്. അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അയാൾക്കുണ്ട്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാരിസുൻ ഹറസ ഫീ അർളി ഖൗഫിൻ ലഅല്ലഹു ലാ യർജിഉ ഇലാ അഹ്ലിഹി. അങ്ങേയറ്റം ഭീതിയുള്ള ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന് ഉറപ്പുള്ള രാത്രിയിൽ ഒരു വേള ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് അയാൾക്ക് തോന്നുമാറും ഭീതിയുള്ള രാത്രിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു വ്യക്തിക്ക് ആ രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ശ്രേഷ്ഠതയിൽ ഒരു വേള തൻ്റെ കുടുംബക്കാരിലേക്ക് മടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ശത്രുവിൻ്റെ ആക്രമണം, വെടിയുണ്ടകൾ ഏത് നിമിഷവും തൻ്റെ ശരീരത്തിൽ തുളച്ചു കയറാം. ഏത് നിമിഷവും ഒരു ബോംബ് സ്ഫോടനത്തിൽ ഞാൻ മരിച്ചു പോകാം. പക്ഷേ രാജ്യത്തിൻ്റെ സംരക്ഷണം പ്രധാനപ്പെട്ടതാണ്, അത് അല്ലാഹു നിയമമാക്കിയതാണ് എന്ന നിയ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി ആ രാത്രി ചെലവഴിച്ചവന് ആ രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഖൈറായതായിരിക്കും.